ചിന്തിക്കുന്നില്ല. അത് അല്പം ഒരു തലച്ചോറിന്റെ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് നമ്മുടെ കുട്ടികൾ ദുഃഖിക്കാൻ അനുവദിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വേദന അനുഭവിക്കാൻ അനുവദിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? എപ്പോഴും സന്തോഷിച്ചിരിക്കണം ഇല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറില് ന്യൂറോണുകൾ തമ്മില് സന്ദേശം പോകണം, സെൽ ടു സെൽ സന്ദേശം പോകുന്നതിന് ഒരു രസപദാർത്ഥങ്ങളാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നല്ല ആനന്ദം ഫീൽ ചെയ്യുന്നതിന് കാരണക്കാരനാകുന്ന ആ തലച്ചോറിലെ ന്യൂറോൺസിലെ രസപദാർത്ഥത്തിന്റെ പേര് ഡോപ്പമിൻ എന്നാണ്. അപ്പോ നമ്മൾ എപ്പോഴും പ്രയാസങ്ങൾ അറിയാതെ സന്തോഷിച്ച് മാത്രം നിൽക്കാൻ ഇടയാക്കുന്നത് ഡോപ്പമിൻ അതിന്റെ അളവ് അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടണം. ഡോപ്പമിൻ എങ്ങനെയാണ്? നല്ല രുചികരമായ ഭക്ഷണം കഴിക്കുക, ഫാസ്റ്റ് ഫുഡ്. അതിന്റെ ഒരു ഉദാഹരണം എന്റെ വാക്കുകളല്ല, ഇതൊക്കെ ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഹാപ്പിനെസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോ നല്ല ഭക്ഷണം തീർന്നില്ല, ഈ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം കുട്ടി എന്ത് ചെയ്യും? മൊബൈലും കൂടെ ഓൺ ചെയ്ത് വെക്കുക. ഇത് രണ്ടും കൂടെ ഇപ്പം അത് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? ഗെയിമിലേക്ക് പോകും. പിന്നെന്താ? ചോക്ലേറ്റ്. ഏത് ചോക്ലേറ്റ്? കൊക്കോ അടങ്ങിയിട്ടുള്ള ചോക്ലേറ്റ്സ്. കൊക്കോ എന്ന് പറയുന്നത് ഒരു ചെടിയാണ്. അതിനകത്തുള്ളതാണ് ഈ നമ്മുടെ ചോക്ലേറ്റ്, കഫെയിൻ എന്ന് പറയുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബിസ്ക്കറ്റുകളും ചോക്ലേറ്റ് അടങ്ങിയിട്ടുള്ള ബിസ്ക്കറ്റുകളാണ്. അത് ഉത്തേജകമാണ്. ചോക്ലേറ്റ്, ഗെയിം, മൊബൈലിന്റെ ഈ വ്യത്യസ്തമായിട്ടുള്ള അതിനകത്തുള്ള സോഷ്യൽ മീഡിയ കണ്ടന്റ്, ഭക്ഷണം. നമ്മൾ എവിടെയാണ് ഇത് പോകുന്നത്? ഇത് എന്ത് സംഭവിക്കുന്നു? ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ഹൈ ആയിട്ട് നിൽക്കും. എപ്പോഴും സന്തോഷിച്ചേ നിൽക്കാവൂ. സന്തോഷിക്കുക, ജീവിതത്തിൽ സന്തോഷിക്കുക. സന്തോഷം മാത്രമേ നിങ്ങൾ അനുഭവിക്കാവൂ. കുട്ടികളിലേക്ക് കൊടുക്കുന്ന മെസ്സേജാണ്. എന്ത് സംഭവിക്കും? ഡോപ്പമൈൻ റൈസ് ചെയ്തിരിക്കും. ഈ ഡോപ്പമൈൻ നോർമൽസിയിലേക്കോ താണിരുന്നാൽ എന്ത് സംഭവിക്കും? ഡിപ്രഷൻ, വിഷാദത്തിലേക്ക് പോകും. അതാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ഉമ്മയെ ആക്രമിക്കുന്നത്. ഡോപ്പമൈൻ റൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ ഡോപ്പമൈൻ താഴോട്ട് വരുമ്പോൾ വീണ്ടും ഡോപ്പമൈൻ റൈസ് ചെയ്യണമെങ്കിൽ എന്ത് കഴിക്കണം? ചോക്ലേറ്റ് കഴിക്കണം, ഭക്ഷണം കഴിക്കണം, രുചികരമായ ഭക്ഷണം കഴിക്കണം. അല്ലെങ്കിൽ ഡോപ്പമൈൻ കൃത്രിമമായിട്ട് റൈസ് ചെയ്യുന്ന എന്തെങ്കിലും സാധനം, അതിനെയാണ് ലഹരി വസ്തു എന്ന് പറയും. ഈ ഡോപ്പമൈൻ റൈസ് ചെയ്യാൻ നമ്മളാണ് അവനെ അനുവദിക്കുന്നത്. ഈ കുട്ടികളെ വീട്ടിലെ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ അച്ഛനോടും അമ്മയോടും ഒപ്പം കുട്ടികൾ അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് കുട്ടികൾ യഥാർത്ഥത്തിൽ ജീവിതം എന്തെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞത് അല്ല. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് അന്ന ലംബക്കെ എന്ന് പറയുന്ന ഡോക്ടർ അന്ന ലംബക്കയുടെ ഒരു പുസ്തകം അവൈലബിൾ ആണ്. ആമസോണിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. 500 രൂപയുള്ള ഡോപ്പമിനേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അമേരിക്കയില് 12 വയസ്സുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്തു. എന്താ കാര്യം? ഇതിവിടെ വരും. ഇത് ഇങ്ങോട്ട്, കാരണം നമ്മൾ ആ ജീവിത ശൈലിയല്ലേ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ കുട്ടികൾ ഡിപ്രഷനിലേക്ക് പോകുന്നു. എന്താ കാര്യം? ഈ ഡോപ്പമൈൻ റൈസ് പെട്ടെന്ന് താരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കുട്ടികൾക്ക് കഴിയുന്നില്ല. കാരണം നമ്മള് വീട്ടിൽ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഒരു ചായ ഇടാൻ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഒരു ദോശ ചൂടാൻ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. കുട്ടിയെ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ? കാലഘട്ടം മാറി. കൂട്ടുകുടുംബ സമ്പ്രദായമില്ല. അച്ഛനും അമ്മയും 2 അണുകുടുംബത്തിലേക്ക് പോയി. അച്ഛനും അമ്മയും ഇന്ന് ജോലിക്ക് പോകുന്നു. വീട്ടിൽ കുട്ടികൾ മാത്രമാകുന്നു. കുട്ടികൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവർ സ്തംഭിച്ചു നിൽക്കുകയാണ്. അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യും? മക്കളെ, വീട്ടിലുണ്ടാ വിശക്കുന്ന 2 മൊബൈലില്ലേ, ഞാൻ കാശ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്, ഒന്നുകിൽ സ്വിഗ്ഗി മാമൻ ഇപ്പൊ കൊണ്ടുവരും, അല്ലെങ്കിൽ മക്കള് കാപ്പിക്കടയിൽ പോയി മേടിച്ചോ, അവർക്ക് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം മേടിച്ചോ. ഒരു പ്രയാസവും കുട്ടികൾ അറിയുന്നില്ല. വാസ്തവത്തിൽ ഇതാണ് നമ്മുടെ ലഹരിയുടെ ലോകം എന്ന് പറയുന്നത്.
ഇനി ഈ കോളേജിൽ ഞാൻ പറഞ്ഞു വെച്ചല്ലോ, കോളേജിൽ പോകുന്ന നമ്മുടെ കുട്ടികൾ കോളേജ് ഹോസ്റ്റലിൽ തന്നെയാണോ താമസിക്കുന്നത് എന്നുള്ളത് ഒന്ന് പരിശോധിക്കണം. പലപ്പോഴും 18 വയസ്സ് കഴിഞ്ഞ്, അത് ആൺകുട്ടിയായിരുന്നാലും പെൺകുട്ടിയായിരുന്നാലും, കോളേജിന്റെ ഹോസ്റ്റലിലല്ല അവർക്ക് താമസിക്കാൻ താല്പര്യം. കോളേജിനോട് ചേർന്നുള്ള ഹോം സ്റ്റേകൾ എന്ന് പറഞ്ഞ അനേകം സ്ഥലങ്ങളിൽ ഇങ്ങനെ അപ്പാർട്ട്മെന്റുകൾ അടിച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കോളേജിന്റെ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പറയുന്നത് ശരിയല്ല. അവിടെ എന്താണ് പുതിയ രീതിയാണ്, ഏതാണ് നാടൻ ഭാഷയുണ്ട്, തോന്നിവാസം. വാസം, താമസം, തോന്നമ്പം തോന്നിയവരുടെ കൂടെ തോന്നിയതുപോലെ തോന്നിയ സമയങ്ങളിൽ താമസിക്കുന്നത് തോന്നിവാസം. അതിനെയാണ് ഓമന പേരിട്ടിരിക്കുന്നത് ലിവിങ് ടുഗദർ. പറയുന്നത് വിഷമം കൊണ്ടല്ല, കേസ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. ഞങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ഇത് കേസ് എടുക്കേണ്ടി വരുമോ? ഞാൻ തിരുവനന്തപുരത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരിക്കുമ്പോൾ അവിടുത്തെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ തൊട്ടടുത്ത് ഹോസ്റ്റലിൽ കുട്ടികൾ താമസിക്കുന്നില്ല. ആ ഹോസ്റ്റലിന്റെ തൊട്ടടുത്ത് അവർ ഒരു വീട് എടുത്തിട്ട് അവിടെ താമസിക്കുകയാണ്. ആൺപിള്ളേർ മാത്രമാണ് താമസിക്കുന്നത്, പെൺപിള്ളേരോടും ഇല്ല. പക്ഷെ പഞ്ചായത്തിന് പരാതി, മെമ്പർമാർക്ക് പരാതി, വിളിക്കുകയാണ് അസിസ്റ്റന്റ് കമ്മീഷണറെ. സാറേ, നിങ്ങളടുത്ത് പലതവണ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ അതൊന്നും നോക്കാത്തെ? ജനപ്രതിനിധികളുടെ പരാതിയാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, അടുത്ത റേഞ്ച് ഇൻസ്പെക്ടർ, തിരുവനന്തപുരം കാട്ടാക്കട റേഞ്ച് ഇൻസ്പെക്ടർ വന്ന്, റേഞ്ച് ഇൻസ്പെക്ടറെ, ഈ പറഞ്ഞ പരാതി ഇന്ന് തന്നെ അന്വേഷിക്കണം, എനിക്കതിന്റെ റിപ്പോർട്ട് കിട്ടണം. നട്ടുച്ച നേരം 12 മണി സമയത്ത് ഈ ഇൻസ്പെക്ടർ നേരെ വണ്ടിയായിട്ട് ചെന്ന് കയറി, നേരെ ആ വീട്ടിനകത്തോട്ട് കയറി, വലത്തോട്ട് തിരിഞ്ഞ് ഒരു മുറിയിലോട്ട് കയറി. ആരെ എന്തൊന്നും ചോദിച്ചപ്പോൾ നേരെ കയറി ചെന്ന് അകത്തോട്ട് കയറി. ഒരു മുറിക്കകത്തോട്ട് ചെന്നപ്പം അവിടെ TV ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നു, 2 പേര് ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്.